ഡാർക്ക് നെറ്റ് ലഹരി കേസിൽ രാജ്യാന്തര കണ്ണികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് പൂട്ടിടാനൊരുങ്ങി NCBയും ഇഡിയും. അക്കൗണ്ടുകൾ മരവിപ്പിച്ചും സ്വത്തുക്കൾ കണ്ടുകെട്ടിയും സാമ്പത്തിക സ്രോതസ്സുകൾ അടയ്ക്കും. കേസിൽ അറസ്റ്റിലായ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ഉൾപ്പെടെയുള്ള പ്രതികളുടെ NCB കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഡാർക്ക് വെബ് വഴി ലഹരിക്കടത്തുകൾ നടത്തി കോടികളാണ് വിവിധ ബ്രാൻഡ് നെയിമുകളിലുള്ള ലഹരി ഇടപാട് സംഘങ്ങൾ കൈക്കലാക്കിയിട്ടുള്ളത്. കെറ്റാമലോൺ എന്ന പേരിലായിരുന്നു മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ലഹരി വിൽപ്പന നടത്തിയത്. കടമുറികളും ഭൂമിയുമെല്ലാം സ്വന്തം പേരിൽ മാത്രമല്ല ബിനാമി ഇടപാടുകളിലൂടെയും ലഹരി സംഘങ്ങൾ സ്വന്തമാക്കിയതായാണ് വിവരം. ഈ സ്വത്തുക്കൾ വൈകാതെ കണ്ടുകിട്ടും. കേസിന്റെ വിശദാംശങ്ങളും റിപ്പോർട്ടും NCBയിൽ നിന്ന് ശേഖരിച്ച ED എഡിസന്റെയും മറ്റ് ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടുകാരുടെയും കള്ളപ്പണ ബിനാമി ഇടപാടുകളിലാണ് അന്വേഷണം ഊർജിതമാക്കുന്നത്. എഡിസൺ ഒരു മാസം 10,000 LSD പ്ലോട്ടുകൾ വരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലഹരി വിൽപ്പനയിലെ കുപ്രസിദ്ധ സംഘമായ ട്രൈപ്സിസസ് ഗ്രൂപ്പുമായുള്ള എഡിസന്റെ ബന്ധവും പുറത്തു വന്നിരുന്നു. 4 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത NCBക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രതികളായ എഡിസൺ ബാബു, അരുൺ തോമസ്, ഡിയോൾ എന്നിവരെയാണ് NCB കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തത്. ജനം, കൊച്ചി.